1955 ഏപ്രിൽ 18-നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മരിക്കുന്നത്. മരിച്ച 7 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടന്നു, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വെച്ച്. തോമസ് ഹാർവി എന്ന ഡോക്ടർ ഐൻസ്റ്റീന്റെ ആട്ടോപ്സി നടത്തി തലച്ചോറ് പുറത്തെടുത്തു. ഇത്രയും വലിയ ജീനിയസിന്റെ മസ്തിഷ്ക രഹസ്യം അറിയാൻ ഡോക്ടർക്ക് അതിയായ കൗതുകം. പുള്ളി തലച്ചോറ് അങ്ങോട്ട് മുക്കി. ആശുപത്രിക്കാർ എത്ര നിർബന്ധിച്ചിട്ടും ഡോക്ടർ ഹാർവി ഐൻസ്റ്റീന്റെ തലച്ചോർ തിരികെ നൽകിയില്ല. അത് വല്ലാത്ത പ്രശ്നമായി. ഡോക്ടറുടെ ജോലി പോയി, മെഡിക്കൽ ലൈസൻസും റദ്ദായി. പുള്ളിക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ കെൻസസിലെ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ജോലിക്ക് ചേരേണ്ട അവസ്ഥ വന്നു. ഹാർവിയുടെ കയ്യിൽ വിലപിടിപ്പുള്ളതായി പിന്നെ ആകെ ശേഷിച്ചത് ഐൻസ്റ്റീന്റെ മസ്തിഷ്കം മാത്രം. ആ മസ്തിഷ്കം 1 സെന്റിമീറ്റർ കനത്തിലുള്ള 240 കഷ്ണങ്ങളായി മുറിച്ച് പുള്ളി ഫോർമാലിൻ നിറച്ച 2 വലിയ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇട്ടുവെച്ചു. തന്നെ കൊണ്ടാവുന്ന അതിവിശദമായ പരിശോധനകളൊക്കെ ചെയ്തു നോക്കി. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ ഹാർവിക്ക് കഴിഞ്ഞില്ല. ആകെ കണ്ടത് ആ മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളിലെ വളർച്ചക്കുറവും 1-2 സ്ഥലത്തെ ഇത്തിരി വികാസവും. അത് വെച്ചൊന്നും ഐൻസ്റ്റീന്റെ പ്രതിഭയുടെ രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് തന്നെ വന്ന് കാണുന്ന ഗവേഷകർക്കൊക്കെ ആ തലച്ചോറിന്റെ 1-2 തുണ്ട് ഡോക്ടർ എടുത്തു കൊടുക്കുമായിരുന്നു. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹാർവി തോറ്റു പിന്മാറി. ബാക്കി വന്ന മസ്തിഷ്ക കഷ്ണങ്ങൾ ഐൻസ്റ്റീന്റെ കൊച്ചുമകൾ ഈവലിന് കൈമാറുകയും ചെയ്തു.